മലക്കുണ്ടോ? വേറെ മഹാത്മാക്കളുണ്ടോ? അയിലാഹും അല്ലാഹ് എന്നാണ് അല്ലാഹു പറയുന്നത്. ആ ശിർക്കിലേക്ക് പോകണ്ട. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്, ഇത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഖുർആനും സുന്നത്തുമാണ് നമുക്ക് പ്രമാണം. അങ്ങനെ എത്ര ഉണ്ടെന്നറിയോ? ഇപ്പൊ പെട്ടെന്ന് കിട്ടിയ 4 കൊണ്ടുവന്നതാ. പക്വമായ ശൈലിയുള്ള ആളുകളെ ആകർഷിക്കുന്ന ദൈവത്തിന്റെ ഉടമ. സംസ്ഥാന സെക്രട്ടറി ആകാൻ പോണ ആളാണ്. കുപ്പായം തുന്നി നടക്കുക, ജനറൽ സെക്രട്ടറി. സുഹൃത്തുക്കളെ, ഇതൊക്കെ എന്താ അറിയോ? തനിച്ച യഹ്വാനിസത്തിലേക്കുള്ള പോക്കാത്. വിമർശനം പാടില്ല, ആരെയും കുത്തി പറയാൻ പാടില്ല. ആരാ അവിടെ കുത്തി പറയണത്? ഇങ്ങോട്ട് വിമർശിക്കുമ്പോൾ അങ്ങോട്ട് വിമർശിക്കും. ഇസ്ലാമിന്റെ ആദർശത്തെ ആക്ഷേപിക്കുമ്പോ ചിലപ്പോ നമുക്ക് വികാരം വന്നു പോകും. നിങ്ങൾക്കറിയില്ലേ, ആയിഷ റളിയല്ലാഹു അൻഹ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ജൂതന്മാര് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്നാണ്. റസൂൽ അലൈക്കും എന്നാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാമാന്ന് തോന്നിക്കും, പക്ഷെ നിങ്ങൾക്ക് നാശം എന്ന അർത്ഥം. ഉള്ളിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞറിയോ? വഅലൈക്കും അസ്സലാമു വല്ലഅനതു യാ അബ്നാ അൽ ഖറദതി വൽ ഖനാസിർ. പന്നികളുടെയും കുരങ്ങന്മാരുടെയും മക്കളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ നാശമുണ്ടാകട്ടെ. ഇത് കേട്ടു അവരങ്ങ് പോയി. ജൂതന്മാരോടായി പറഞ്ഞത്. അപ്പൊ റസൂൽ ആയിഷ, എന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? നബി നിങ്ങളെ കുറിച്ചല്ലേ അപ്പൊ നിങ്ങൾ നശിക്കട്ടെ. അപ്പൊ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞപ്പോ സ്വാഭാവികമായും ആയിഷ റളിയല്ലാഹു ഉണ്ടായ ഒരു പ്രതികരണമാണ്. അത് എല്ലാവർക്കും ഉണ്ടാകും ചിലപ്പോ. ചില സന്ദർഭത്തിൽ അതൊരിക്കലും അയാളുടെ സ്വഭാവമായിട്ട് ആരും പറയാറില്ല. സലഫി പ്രവർത്തകന്മാര് വല്ലാതെ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ തത്വങ്ങളെയും പരിഹസിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെ വന്നു പോകും. അതൊരു പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല. അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ ഒരച്ചിലിട്ട വാർത്ത പ്രബോധകന്മാരെ പോലെ എല്ലാവരും ഒരേ ശൈലിയിൽ സംസാരിക്കുക എന്നത് സാധ്യമാകുന്ന കാര്യമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്, യഥാർത്ഥ സലഫി ആദർശമെന്തോ അതിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുക. പുഴക്കരയിലായാലും കുളക്കടവിലായാലും മരുഭൂമിയിലായാലും നാട്ടുമ്പുറത്തായാലും ജനപ്രദേശത്തായാലും വിജനപ്രദേശത്തായാലും എവിടെയായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം തേടുക. ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും സഹായം തേടാമെന്ന് ആരും ഇവിടെ പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഈ മഹത്തായ ആദർശം ഇവിടെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കൾ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ തടയിടാൻ ശ്രമിക്കുകയാണ്. പോസ്റ്റർ കീറല് വ്യാപകമാണ്. നോട്ടീസുകൾ ആരാ കീറുന്നത്? ഈ കോക്കസിന്റെ ആളുകള്. കണ്ടോ? ആദർശം കൊണ്ട് നേരിടാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കിയവർ നോട്ടീസ് കീറുന്നു, പോസ്റ്റർ കീറുന്നു. ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ തടയിടാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. ഞങ്ങളുടെ മൗലികാവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ദഅവത്തുമായി മുന്നോട്ട് പോകും. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ വല്ലാതെ ചൂടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. മഴ കിട്ടാതെ വിഷമിച്ചുകൊണ്ട് വരൾച്ചയിലേക്ക് നീങ്ങുന്ന സന്ദർഭമാണ്. എല്ലാവരും അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യണം. മഴ കിട്ടാൻ വേണ്ടിയും ഇനിയും മാസങ്ങൾ ഈ ചൂടാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഓർത്തു നോക്കണം. അള്ളാഹുവിൻ്റെ കനിവും കൃപയും ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് വെള്ളം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഹായകമായ മഴ വർഷിപ്പിക്കുകയും ഈ പൊള്ളുന്ന ചൂടിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് നിരവധി തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഈ ഫിത്നയുടെ കാലത്ത് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് പഠിക്കുവാൻ നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. ആശയക്കുഴപ്പങ്ങൾ എക്കാലത്തും ഉണ്ടാകും. അത്തരം ആശയക്കുഴപ്പങ്ങളെ നാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും യഥാർത്ഥ ഇസ്ലാമിനെ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ ശരിക്കും ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على رسولنا المصطفى محمد وعلى آله وصحبه وسلم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.